Good afternoon, teacher. Good afternoon, all. Okay. Then കഴിഞ്ഞ ക്ലാസ്സില് കുറച്ച് പോയിന്റ്സ് നമ്മൾ വിശദീകരിച്ചായിരുന്നു. നിങ്ങൾ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെയിലി കയറുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തോന്നുന്നു നമുക്ക് വന്ന മെസ്സേജിന്റെ എന്തെങ്കിലും ഇതായിരിക്കാം അല്ലെ? ഒരു ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞു. നിങ്ങൾ ആരും തന്നെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ റെക്കോർഡ് ക്ലാസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് പോയിന്റ്സ് എടുത്തായിരുന്നു. ദെൻ നിങ്ങൾക്ക് അത് റെക്കോർഡ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ദെൻ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഹയർ പ്രൊഡക്ടിവിറ്റി വരെയാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ബെനിഫിറ്റ്. എന്താണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മൾ നോക്കി. കുറച്ച് സ്റ്റാറുകളും അല്ലെങ്കിൽ എന്താ പറയാ ഓരോന്നിനും എത്ര പോയിന്റ്സ് ആണ് നമ്മൾ നൽകുന്നത് അല്ലെ? അങ്ങനെ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേസിനെ പറ്റി നമ്മളൊരു ചാർട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒന്ന് നോക്കിയായിരുന്നു അല്ലെ? നമ്മൾ പറഞ്ഞു എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്കൊരു 5 പോയിന്റ് കൊടുക്കാം, വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4 പോയിന്റ്, ദെൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 3 പോയിന്റ് കൊടുക്കാം. ഇനി ഒട്ടും തന്നെ തീരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ്, സംതൃപ്തിയാണ് നമുക്ക് ലഭിച്ചിരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 മാർക്ക് കൊടുക്കാം. അങ്ങനെ ഓരോ മാർക്കിന്റെ ക്രമങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ? ദെൻ നമ്മൾ നോക്കിയത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് കൊണ്ട് പേഷ്യൻസിനും അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില് നമ്മൾ പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ ആൻഡ് ഹയർ പ്രൊഡക്ടിവിറ്റി, ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, ദെൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ ഇനി നെക്സ്റ്റ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. ഇനി 2 പോയിന്റ്സും കൂടി ബെനിഫിറ്റിൽ വരുന്നുള്ളൂ. അതൊന്ന് ക്ലിയർ ആക്കാം. ദെൻ ഞാൻ പറയുന്നു നമ്മൾക്ക് ഈ ഒരു എടുക്കുന്ന ഒരു പോർഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാം. സോ നമുക്ക് ചിലപ്പോൾ അധികം എക്സ്പ്ലനേഷൻ ഒന്നും ഇതിൽ വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അതിന്റെ ജസ്റ്റ് നിങ്ങളൊന്നൊരു ആ ഒരു മീനിങ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, നമ്മൾക്കിത് ഓവർ ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. നമുക്കറിയാം നിങ്ങളിപ്പോ ഒരു ലാസ്റ്റ് മൊഡ്യൂളൊക്കെ വരുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അല്ലെ? ഫസ്റ്റ് 2 മൊഡ്യൂളിൽ നിന്നും വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് തന്നെ സ്വയം ഒന്ന് വായിച്ച് നമ്മൾ അത്യാവശ്യം മീനിങ് ഒക്കെ പറഞ്ഞു തരും. നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇവിടെ വരുന്നില്ല. സോ കറക്റ്റ് ആ പോയിന്റുകളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ബെനിഫിറ്റില്ല ബാക്കി 2 പോയിന്റ്സും കൂടിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, റെപ്യൂട്ടേഷൻ മീൻസ് എന്താ, പ്രശസ്തി എന്നൊക്കെ പറയും അല്ലെ? നമ്മൾക്കൊരു എന്താ പറയാ ആൾക്കൊരു പ്രശസ്തി കൊടുക്കുക അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന് ഒരു പ്രശസ്തി എന്നൊക്കെ നമുക്ക് റെപ്യൂട്ടേഷന് പറയാം. വായിച്ചു നോക്കാം കേട്ടോ, വായിക്കാം. ദെൻ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ ഒരു മീനിങ് പറയാം. ഓക്കെ, റെപ്യൂട്ടേഷൻ. സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് can improve your reputation in many ways. First, HACCP മീൻസ് ഒരു സ്കോർസിന്റെ, നമ്മളിപ്പോ ഒരു എന്താ പറയാ ഒരു സ്കോർസിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഓരോ നമ്പർ ഇട്ട് സ്കോർസ് ഒക്കെ കൊടുക്കുന്നു, അതിന്റെ ഒരു ടൈപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. Then are public specifically, so people can learn about the physicians, they can consult and make an informed choice about their health care. Second, positive scores makes the organization much more attractive options. നമ്മൾ പറഞ്ഞു നമ്മൾ ഓരോ സ്കോറുകൾ കൊടുക്കും അല്ലെ? വളരെ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ ഓവറോൾ ഗുഡ് സാറ്റിസ്ഫൈഡ്, അങ്ങനെ 5 പോയിന്റും 3 പോയിന്റും 2 പോയിന്റ് അങ്ങനെ നമ്മൾ ഓരോ പോയിന്റുകൾ നമ്മൾ ഓരോ ക്വസ്റ്റിനും ഇട്ട് കൊടുത്തു അല്ലെ? ദെൻ നമ്മൾ പറയുന്നത് ഒരു പോസിറ്റീവ് സ്കോർസ് ആണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് അതൊരു പ്രശസ്തി തന്നെയാണ്. എല്ലാം ഓൾറെഡി എല്ലാത്തിലും ടോപ്പ് സ്കോർ ആണ് വന്നിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും, ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു പ്രശസ്തി ആയിരിക്കും ഉണ്ടാവുക അല്ലെ? ഒരു പ്രശസ്തി നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു പ്രശസ്തി നമുക്ക് ലഭിക്കുന്നു അല്ലെ? ഇപ്പൊ പ്രത്യേകിച്ചും അവരുടെ ഒരു ആരോഗ്യ പരിപാലനത്തെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അവരൊരു തിരഞ്ഞെടുപ്പ് നടത്താനും അല്ലെങ്കിൽ ഫിസിഷ്യന്മാരെ കുറിച്ചൊക്കെ അവർക്കൊന്ന് അറിയാനും സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു സർവീസിലൂടെ തന്നെ അവിടുത്തെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഫിസിഷ്യന്മാരെ കുറിച്ചും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് ആ ഒരു സ്കോർ പോയിന്റിലൂടെ ലഭിക്കുന്നു. Then, additionally,
hospitals can utilize the automated messages to ask patients for feedback after their appointments. Some programs involve follow-up questions with easy to follow links to ask the contented patient to leave reviews on hospital, Google business profiles, or other platforms. And finally, happy patients will suggest the hospital to friends and family. When it comes to referrals, word of mouth is the gold standard. Okay, നമുക്കതൊരു ടേം പോലെ പറഞ്ഞു. നമ്മൾ ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു നല്ലൊരു സ്റ്റാർ പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഫിസിഷ്യൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് രീതികളെ കുറിച്ച് നമുക്ക് ആ ഒരു സ്കോർ പോയിന്റിലൂടെ ആ സർവേയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ രോഗികളുടെ അപ്പോയിന്റ്മെന്റ്സുകൾ അല്ലെ, അഡീഷണലി ഹോസ്പിറ്റൽ ക്യാൻ യൂട്ടിലൈസ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, ഫീഡ്ബാക്ക്, നമുക്ക് രോഗികളുടെ ഫീഡ്ബാക്കുകൾ, അപ്പോയിന്റ്മെന്റ്സിൽ വരുന്ന ഫീഡ്ബാക്കുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ രോഗികളുടെ അപ്പോയിന്റ്മെന്റ്സിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കാനായിട്ട് ഇപ്പൊ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെ ടച്ചിങ് മെഷീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളൊരു സംതൃപ്തരായ ഫൈനലി ഹാപ്പി പേഷ്യന്റ് വിൽ, സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസിന് മറ്റൊരു ഹോസ്പിറ്റലിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിക്കാറുണ്ട് അല്ലെ. ദെൻ അപ്പൊ കുടുംബാംഗങ്ങൾക്കൊക്കെ നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും. ഇനി വേൾഡ് മൗത്ത് ഈസ്, അതായത് വേൾഡ് ഓഫ് മൗത്ത് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഒരു സ്വർണ്ണ നിലവാരം എന്ന് പറയുന്നത് വേൾഡ് ഓഫ് മൗത്ത് ആണെന്ന്. അതായത് നമ്മൾ വായ കൊണ്ട് പറയില്ലേ, ഇപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും, നമുക്ക് മറ്റുള്ളവർക്കും കൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെയുള്ളൊരു എന്താ പറയാ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയാ ഒരു സ്വർണ്ണ നിലവാരത്തിന്റെ ഒരു അടുത്തെത്തുന്നത്. കാരണം നമ്മൾ മറ്റേതിൽ കൂടി പറയുന്നത് നമ്മൾ പറഞ്ഞറിയുന്നതിൽ ഒരു വ്യത്യസ്തമുണ്ട് അല്ലെ. അതായത് ഇപ്പൊ ഒരാളോട് നമ്മൾ നമ്മളുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഇന്ന ഹോസ്പിറ്റലില് നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ പോയിക്കോളൂ, നല്ല എല്ലാം ട്രീറ്റ്മെന്റ് ആയാലും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റമായാലും നല്ല രീതിയിലാണ്, നമ്മളൊരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തു. ദെൻ അവര് മറ്റൊരു ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്യും. അങ്ങനെ അതാണ് ഒരു വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, റെപ്യൂട്ടേഷനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം. ഇത്ര നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ ഇതിനകത്ത് വരുന്നുള്ളൂ, വേറെ എക്സാം കിട്ടുമെന്ന് പറയാനില്ലല്ലോ. സോ നിങ്ങൾ അത്യാവശ്യ പോയിന്റുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ്, ക്ലിനിക്കൽ ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കംസുകൾ നമുക്ക് ലഭിക്കാവുന്ന പേഷ്യൻസിന് നോക്കാം. Satisfied the patients are also normally more compliant, which means they are more probable to get better or effectively manage chronic health issues. Chronic health issues means എന്താണ്, ഇപ്പോ വിട്ടുമാറാത്ത അസുഖങ്ങൾ എന്നൊക്കെ പറയില്ലേ, ഇപ്പോ ചുമ്മാ പനി അങ്ങനെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്ന അസുഖങ്ങൾ, അതിനാണ് ക്രോണിക് ഡിസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ chronic issues, consequently they feel better and like hospital treatment and care makes a difference to their well-being and quality of life. This also leads to them to remain loyal to the hospital and show up for their appointments, generating a cycle of patient satisfaction benefits. എന്താണ് അവിടെ പറയുന്നത്, നമ്മൾ പറഞ്ഞു ഒരു ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഔട്ട്കം മീൻസ് അറിയാലോ, നമുക്ക് അവരിൽ നിന്നും നല്ലൊരു സേവനവും അല്ലെങ്കിൽ ഒരു സംതൃപ്തിയോടുള്ള പ്രവർത്തനവും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കും. നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഫോളോ ചെയ്യാനായിട്ടാണ് മാക്സിമം ശ്രമിക്കാറ് അല്ലെ. അപ്പോ എന്താണ്, അവര് കൂടുതൽ കോംപ്ലിയന്റ് മീൻസ് അനുസരണയുള്ളവരായിരിക്കുന്നത്. അനുസരണ എന്ന് മീൻസ് ഉദ്ദേശിക്കുന്നത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് എന്തായാലും വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരിക്കും ട്രീറ്റ്മെന്റ്സിന് വേണ്ടി വരുന്നത് അല്ലെ. ഇനി ഇതുപോലുള്ള ഇപ്പൊ വിട്ടുമാറാത്ത ക്രോണിക് ഡിസീസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഫോളോ ചെയ്യും അല്ലെ. വിട്ടുമാറാത്തതൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഫർദർ ട്രീറ്റ്മെന്റ്സിനും കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, അവര് ആ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ഫോളോ ചെയ്യുമ്പോൾ അവർക്കൊരു ഫലപ്രദമാണ് അല്ലെ. ഇപ്പോ എന്തെങ്കിലും അവരുടെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്, ഫലപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു നമുക്കൊരു വിശ്വസ്തതയെ, ലോയൽ ടു ദ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിനോടുള്ള ഒരു വിശ്വസ്തതയാണ് അവരുടെ കൂട്ടുന്നത് അവരുടെ ഉള്ളിൽ അല്ലെ. ഇപ്പൊ ഞങ്ങൾക്ക് മാറി, ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ മാറി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിനോട് ഒരു
വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ദെൻ അങ്ങനെ ഒരു ജനറേറ്റിംഗ് എ സൈക്കിൾ ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനിഫിറ്റ്സ്. ഈ രോഗിയുടെ ഒരു സംതൃപ്തി, രോഗിയുടെ ആ ഒരു സംതൃപ്തി ഉളവാക്കുന്ന ഒരു ആനുകൂല്യ ചക്രം സൃഷ്ടിക്കുന്നത്. മീൻസ് ഒരു സൈക്കിള്, അതായത് ഒരു ഫോളോ അപ്പ് ഒക്കെ ചെയ്യുമല്ലോ ആള്, വീണ്ടും വീണ്ടും ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് വരുമ്പോ ആ ഒരു ഫോളോ അപ്പ് ഒരു സൈക്കിൾ പോലെ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. സൈക്കിൾ മീൻസ് ചക്രം എന്നൊക്കെ പറയില്ലേ, ഒരു എന്താ നമ്മള് കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കാറില്ലേ, ഓരോന്നും ഇങ്ങനെ സെക്ഷനിൽ തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന ഓരോ ചക്രങ്ങള്. ഓക്കെ, ഇതിനാണ് സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യന്റിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു സപ്ലൈ നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റ് സർവേസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ, ഹയർ പ്രൊഡക്ടിവിറ്റി, റെപ്യൂട്ടേഷൻ ആൻഡ് ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ്. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ പോയിന്റ്സുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക, ഉള്ളിലുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, then next one, ways to improve patient satisfaction. നമ്മൾ പറഞ്ഞു സർവേസ് കൊടുക്കാം, സർവേസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ways to improve patient satisfaction. ഈ രോഗിയുടെ സംതൃപ്തി എങ്ങനെയൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും, അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, how can patient satisfaction be improved? എങ്ങനെയൊക്കെ നമുക്ക് patient satisfaction improve ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. Highly effective strategies for enhancing patient satisfaction scores spins around creating an environment in which patients have positive overall experience with all members of their medical team. എന്താണ് പറയുന്നത്? നമുക്ക് പേഷ്യൻസിന്റെ ഇപ്പൊ രോഗിയുടെ സംതൃപ്തി അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഫലപ്രദമായിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് എടുക്കാം അല്ലെ. ഫലപ്രദമായിട്ടുള്ള തന്ത്രങ്ങളെ നമുക്ക് സ്വീകരിക്കാം. രോഗികൾക്ക് അവരുടെ ആ ഒരു മെഡിക്കൽ ടീമിൽ അല്ലെ, ഒരു മെഡിക്കൽ ടീമിലെ എല്ലാ അംഗങ്ങളുമായിട്ടും അല്ലെ, വിത്ത് ഓൾ മെമ്പേഴ്സ് ഓഫ് ദെയർ മെഡിക്കൽ ടീം, എല്ലാ അംഗങ്ങളുമായിട്ടും ഒരു നല്ല അനുഭവം, ഒരു പോസിറ്റീവ് ഫീൽ അനുഭവമായിരിക്കണം സൃഷ്ടിക്കേണ്ടത്. നമുക്ക് അവരോട് ഒരു പോസിറ്റീവ് ഫീൽഡ്സ്, ഒരു കമ്മ്യൂണിക്കേഷൻ സൃഷ്ടിച്ചാൽ മാത്രമേ അവർ നമ്മളെ ഫോളോ ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇത് നമുക്ക് സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്നാണ് നോക്കുന്നത്. 8 creative ways to increase patient satisfaction. ഒരു ക്രിയേറ്റീവ് വേസിൽ നമുക്ക് എന്തൊക്കെയാണ് ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി അല്ലെങ്കിൽ സംതൃപ്തിയെ ഇൻക്രീസ് ചെയ്യാൻ, സംതൃപ്തി കൂട്ടാനായിട്ട് നമുക്ക് കൊണ്ടുവരാവുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള 8 മാർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 8 മാർഗങ്ങളാണ്, പോയിന്റ്സ് ആണ് കേട്ടോ, മനസ്സിലാക്കാവുന്നുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻഷൂർ ടൈംലി ഫോളോ അപ്സ് അല്ലെ, അതായത് സമയനിമിത്തമായിട്ടുള്ള കറക്റ്റ് ടൈമിലുള്ള ഫോളോ അപ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എൻഷൂർ ചെയ്യുക. Then second point, focus on communication between providers and patients. പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ആശയവിനിമയങ്ങളൊക്കെ കൈമാറ്റങ്ങളൊക്കെ നടത്തുക. മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്. രോഗികളുമായിട്ടൊരു സുതാര്യത നിലനിർത്തുക, അതായത് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, അവരായിട്ടുള്ള ഒരു പ്രോപ്പർ റിലേഷൻ നിലനിർത്തുക. പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ്. പ്രയോറിറ്റൈസ് മീൻസ് എന്താ, പ്രയോറിറ്റൈസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ നമ്മള്. ഇപ്പോ ഷോർട്ട് ടൈംസ് മീൻസ്, ഷോർട്ട് ടൈംസ് എന്ന് പറഞ്ഞാല് ഹ്രസ്വകാലം, ഒരു കുറഞ്ഞ കാലാവധി എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഒരു ഷോർട്ട് ടൈംസ്, ഹ്രസ്വകാല കാത്തിരിപ്പുകളൊക്കെ ഒന്ന് അതിനൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, മുൻഗണന കൊടുക്കുക. അധികം വെയിറ്റിംഗും ടൈമൊന്നും വരുത്താത്ത രീതിയിൽ മുൻഗണനകൾ, പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക. Then fifth point, strive to implement procedures to educate patient about treatment plans. ഇനി strive to implement procedures to educate, എന്താണ് അവിടെ പറയുന്നത്, ചികിത്സാ പദ്ധതികളെ കുറിച്ച് അല്ലെ. ഇംപ്ലിമെന്റ് പ്രൊസീജിയേഴ്സ്, നമുക്കറിയാം ട്രീറ്റ്മെന്റ് പ്ലാൻസിനെ കുറിച്ച്, ചികിത്സാ പദ്ധതികളെ കുറിച്ച് രോഗിയേക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബോധവൽക്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പൊ ഇന്ന ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾ നടത്തണം എന്നതിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ പേഷ്യൻസിന് നൽകുക. Then sixth point, utilize feedback from patients to analyze patient satisfaction metrics.
യൂട്ടിലൈസ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്കുകൾ നമ്മൾ കൊടുക്കുമല്ലോ, പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് വാങ്ങിക്കില്ലേ, അതിനെന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. എന്തിനു വേണ്ടി? അനലൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ്. മീൻസ് എന്താണ്, അല്ലെങ്കിൽ പ്രത്യേക എന്താ പറയാ, അളവുകോൽ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട്. അളവുകോൽ മീൻസ് ഫെസിലിറ്റി എങ്ങനെയൊക്കെയാണ്, ഇനി എന്തെങ്കിലും ഫെസിലിറ്റികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഒരു ഫീഡ്ബാക്ക് പ്രയോജനപ്പെടുത്തി വിശകലനം ചെയ്യണം. Then 7th point, implement technological supports. Implement technological support systems for greater facility efficiency. ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഉപയോഗപ്പെടുത്തുക, അല്ലെ? സാങ്കേതിക പിന്തുണ നമുക്ക് ആവശ്യമാണല്ലോ, അപ്പോ അത് ഉപയോഗപ്പെടുത്തുക. അതിനുള്ള സംവിധാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. Then 8th point, improve the facility, environment and culture. നമ്മൾ ഒരു നല്ലൊരു എൻവയോൺമെന്റ്, പരിസ്ഥിതിയും നല്ലൊരു സംസ്കാരവുമാണ് ഇംപ്രൂവ് ചെയ്യിക്കേണ്ടത്, അല്ലെ? നമ്മളുടെ പെരുമാറ്റത്തിലും നമ്മളുടെ സംസാരത്തിലും ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള ഒരു എൻവയോൺമെന്റും ഇംപ്രൂവ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ ഫെസിലിറ്റിക്ക് എന്തെങ്കിലും കുറവുകളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതെല്ലാം ഒന്ന് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ 8 ക്രിയേറ്റീവ് ആയിട്ടുള്ള വേസ് ആണ്. അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സംതൃപ്തിയെ ഇൻക്രീസ് ചെയ്യാൻ, കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റീവ് വേർഡ്സിൽ 8 കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ 8 പോയിന്റുകൾ വിശദീകരിച്ചത്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഒരു സെക്കൻഡ് ഒന്ന് വായിക്കാം. 8 ക്രിയേറ്റീവ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. വായിച്ചോളൂ. 8 പോയിന്റ്. Then next നോക്കാം, ഡെവലപ്പ് റാപ്പോർട്ട്. ഇനി എന്തൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ട് ഇനി നെക്സ്റ്റ് പറഞ്ഞു പോകുന്നത്. ഓരോ പോയിന്റ്സ് ആയിട്ട് പറയാൻ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന്. ഡെവലപ്പ് റാപ്പോർട്ട്. എന്താണ് റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് വികസിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. റാപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു റിലേഷൻ, ആ ഒരു ബന്ധം വികസിപ്പിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ. Then നോക്കാം, ഡെവലപ്പ് റാപ്പോർട്ട് വായിക്കാം. അപ്പൊ ഇത് 8 പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് വൈസ് ആണ് കേട്ടോ. 8 പോയിന്റുകൾ പറയുന്നത്. ദെൻ ബാക്കി നമുക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതാണ് ഇനി പറയുന്നത്. ഓക്കെ, ഡെവലപ്പ് റാപ്പോർട്ട്. Fear often gets in the way of patients' ability to retain important clinical information, which includes self-care instructions. Practitioners who spend a few minutes engaging with the patients before starting their clinical treatment help set up a sense of trust with their patients by reducing their patients' fear early on. These healthcare professionals make sure that their patients are strengthened with the information they require to take charge of their own health. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾക്ക് അവരുടെ ബന്ധം വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത്, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോർഷൻസ് ആണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നിങ്ങൾ ആ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാം. ഇതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ച് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുന്ന ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്കിത് ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ എനിക്കറിയാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ ആണ്. നമുക്ക്
മൊഡ്യൂളിൽ വരുന്നത് കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആയതുകൊണ്ട് മറ്റ് ചാപ്റ്ററിനെ അപേക്ഷിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ അതാണ് നമുക്ക് അധികം എക്സ്പ്ലനേഷൻ ഇല്ലാണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോ ഡെവലപ്പ് റാപ്പോർട്ട് എന്താണ് ഈ ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു പേഷ്യൻസ് ആയിട്ടുള്ള ആ ഒരു ബന്ധം വികസിപ്പിച്ചെടുക്കുക അല്ലെ, എന്നാൽ മാത്രമേ നമുക്ക് അവരോടുള്ള ഒരു ഫോളോ അപ്പ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ സർവീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ പേഷ്യൻസ് നമുക്ക് വീണ്ടും വരികയുള്ളൂ. അല്ലെങ്കിൽ പേഷ്യൻസ് എന്ത് ചെയ്യുള്ളൂ? അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റു റിലേറ്റീവ്സിനോ സജസ്റ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് പറയുന്നത് നോക്കാം. ഫിയർ ഓഫ്റ്റൻ ഗെറ്റ്സ് അല്ലെ, അതായത് ഇവിടെ പറയുന്നത് ഇപ്പൊ നമ്മൾ സ്വയം ഒരു പരിചരണ നിർദ്ദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ വിവരങ്ങൾ അല്ലെ, അതൊക്കെ നിലനിർത്താനും അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളും സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ് സ്വയം നമുക്ക് വരുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ നിലനിർത്താനും അല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് രോഗിക്ക് ഭയം ഉണ്ടാവും പലപ്പോഴും അല്ലെ, അത് തടസ്സപ്പെടുത്താനും ഭയത്തെ ഇല്ലാണ്ടാക്കാനൊക്കെ സാധിക്കുന്നു. പക്ഷെ നല്ലൊരു പെരുമാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കാത്ത രീതിയിൽ അവർക്ക് സപ്പോർട്ടീവായിട്ട് അവിടുത്തെ സർവീസ് നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബന്ധം നിലനിർത്താനായിട്ട് സാധിക്കും അല്ലെ. ദെൻ പിന്നെ എന്താണ് പറയുന്നത്? ഇപ്പൊ ഒരു ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് ഹെൽപ്പ് സെറ്റ് അപ്പ് എ സെൻസ് ഓഫ് ട്രസ്റ്റ് വിത്ത് ദെയർ പേഷ്യൻസ്. ഒരു ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യുന്ന പറയുന്നത്? ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പൊ കുറച്ച് മിനിറ്റ് രോഗികളുമായിട്ടൊന്ന് ഇടപെടാൻ. അപ്പൊ അവരുടെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കുറച്ചൊക്കെ ഒന്ന് കുറയും അല്ലെ. നമ്മൾ അവരോടൊന്ന് ഇടപെട്ട് എന്താണ് നിങ്ങളുടെ പ്രോബ്ലംസ്, ചിലപ്പോൾ ഫാമിലി പ്രോബ്ലംസ് മറ്റു കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ടാവും അവർക്ക്. സോ അതൊക്കെ എന്താണെന്ന് അവരോട് ഒരു മിനിറ്റ് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ചോദിക്കാൻ, മനസ്സിലാക്കുക അല്ലെ. അപ്പൊ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ എങ്ങനെയാണ് അവരുടെ മാനസികാവസ്ഥ, അനുസരിച്ചായിരിക്കണം നമുക്ക് അവരോടുള്ള പെരുമാറ്റം അല്ലെ. എങ്കിലും മാത്രമേ അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. കുറച്ചും കൂടി നമ്മളുടെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്, കെയർ നൽകുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ, ഒരു ഫീൽ അവരിൽ ഉണ്ടാക്കും അല്ലെ. സോ അങ്ങനെയുള്ളൊരു രോഗികളുടെ ഭയം കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ഒരു വിശ്വാസം സൃഷ്ടിക്കാൻ പറ്റും അല്ലെ. നമ്മളിലുള്ള അവരുടെ ഒരു വിശ്വാസം, നല്ലൊരു എന്താ പറയാ സർവീസ് ആണ് കേട്ടോ അവരുടെ, നമ്മുടെ കാര്യങ്ങളൊക്കെ അവര് ചോദിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ ഒരു ഫീല് സ്വയം ഒരു പോസിറ്റീവ് ഫീൽനെസ് അവർക്ക് തോന്നിക്കും. സോ അങ്ങനെയുള്ള ഒരു പെരുമാറ്റം ആയിരിക്കുക വേണ്ടത്. അതാണ് ഡെവലപ്പ് റാപ്പോർട്ടിൽ പറയുന്നത്. ചികിത്സയ്ക്ക് മുന്നൊക്കെ കുറച്ചു നേരം ഒന്ന് സംസാരിക്കാം. ഓക്കെ, ഡെവലപ്പ് റാപ്പോർട്ടിൽ അത്രയും കാര്യങ്ങളാണ് പറയുക. ദെൻ നെക്സ്റ്റ് നോക്കാം, മേക്ക് ഇറ്റ് പേഴ്സണൽ. എന്താണ് മേക്ക് ഇറ്റ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. വായിക്കാം. Healthcare professionals who try to keep eye contact with their patients rather than vaguely looking at computer screens and charts display their dedication to the patient. Some practitioners may select to have a medical scribe in the room for this very reason, which allows to them listen with their eyes while the scribe takes notes. Saying a patient's name also help individualize and personalize inpatient experience, like thus asking questions like what matters to you. ഓക്കെ, സ്ക്രൈബ്, ഇവിടെ സ്ക്രൈബ് എന്നുള്ളൊരു ടേം പറയുന്നുണ്ട്. എന്താണ് സ്ക്രൈബ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എക്സാമിനൊക്കെ സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതിയതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ചിലപ്പോ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വൈകല്യങ്ങളോ മറ്റ് അങ്ങനെയുള്ള നമ്മളെ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ സ്ക്രൈബിനെ വെച്ചൊക്കെ എഴുതിക്കാറുണ്ട്. അതായത് ഒരു ഹെൽപ്പിംഗ് പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ സ്ക്രൈബിനെ കൊണ്ട് സ്ക്രൈബ് തന്നെയാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് ഒരു സ്ക്രൈബ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോ ഞാൻ പറഞ്ഞു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഹു ട്രൈ ടു കീപ് കോണ്ടാക്ട്, ഐ കോണ്ടാക്ട്. ചില പേഷ്യൻസിനോട് ഐ കോണ്ടാക്ട് ഒക്കെ വെക്കാറുണ്ട് അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും അങ്ങനെ മറ്റും വരുന്ന കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും അല്ലെങ്കിൽ ചാർട്ടുകളിലോ അല്ലെങ്കിൽ അവ്യക്തമായിട്ട് നോക്കുന്നതിനേക്കാൾ രോഗിയുമായിട്ട് നേരിട്ടൊരു ഐ കോണ്ടാക്റ്റിലൂടെ നമുക്ക് നോക്കി കാണാൻ സമ്പർക്കം പുലർത്താൻ ശ്രമിക്കും അല്ലെ. അപ്പോ ഈ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അങ്ങനെ ഒരു സമ്പർക്കം പുലർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. സോ സം പ്രാക്ടീഷണേഴ്സ് മേ സെലക്ട് ടു ഹാവ് എ മെഡിക്കൽ സ്ക്രൈബ് ഇൻ ദ റൂം ഫോർ ദിസ് വെരി റീസൺ അല്ലെ. ചില പ്രാക്ടീഷണേഴ്സ് ഇപ്പൊ രോഗിയോടുള്ള ഒരു അർപ്പണബോധം, ഡെഡിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രോഗിയോടുള്ള ഒരു അടുപ്പം അല്ലെങ്കിൽ ആ ഒരു ഡെഡിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്
പ്രകടിപ്പിക്കും അല്ലെ. ഇക്കാരണത്താൽ മുറിയിൽ അവരുടെ ഒരു മുറിയിൽ ഒരു സ്ക്രൈബിനെ അവർ അറേഞ്ച് ചെയ്യും. സ്ക്രൈബിനെ വെക്കും. ആരെ? ഈ ഡോക്ടേഴ്സ്, ഫിസിഷ്യന്മാരൊക്കെ ഇല്ലേ, അവരെന്ത് ചെയ്യും? ഒരു സ്ക്രൈബിനെ അറേഞ്ച് ചെയ്യുന്നു അല്ലെ. അപ്പോ അവര് ഒരു സ്ക്രൈബിനെ തിരഞ്ഞെടുക്കും. അപ്പൊ ഇങ്ങനെ പ്രിസ്ക്രൈബുകളും കുറിപ്പുകളും എടുക്കുമ്പോഴും കണ്ണുകൊണ്ട് അല്ലെങ്കിൽ കേൾക്കാനൊക്കെ അവർ അനുവദിക്കും. മീൻസ് ഒരു ഐ കോണ്ടാക്ട്, കണ്ണുകൊണ്ട് കേൾക്കാന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ടൊക്കെ സംസാരിക്കുന്നു പറയും അല്ലെ. കണ്ണുകൊണ്ട് ഒരു ആക്ഷൻ എന്തെങ്കിലും നമുക്ക് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ആ വ്യക്തി പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ആളുടെ കണ്ണിലൂടെ പറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൈബിനെ വെച്ചിട്ട് കണ്ണിലൂടെ കേൾക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ലിസൺ വിത്ത് ദയർ ഐസ്, പേഷ്യൻസിന്റെ ഐസിലൂടെ നമുക്ക് എന്ത് ചെയ്യും? കേൾക്കാൻ സാധിക്കും. ഇപ്പൊ പേഷ്യന്റിന്റെ പേര് പറയുന്ന സമയത്താണെങ്കിൽ ഇപ്പോ സേയിങ് എ പേഷ്യന്റ് നെയിം ഓൾസോ ഹെൽപ്സ് ഇൻഡിവിജ്വലൈസ്ഡ് ആൻഡ് പേഴ്സണലൈസ് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ്. ലൈക്ക് ദസ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് മാറ്റേഴ്സ് ടു യു. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ പേര് പറയുന്നത് കൊണ്ട് എന്താണ് പ്രാധാന്യം എന്നതുപോലെ തന്നെയാണ് രോഗിയുടെ അനുഭവം. അല്ലെങ്കിൽ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് വാട്ട് മാറ്റേഴ്സ് യു, എന്താണ് രോഗിയുടെ അനുഭവം, പേഷ്യന്റിന്റെ എക്സ്പീരിയൻസും കൂടി നമുക്ക് അനുഭവം വ്യക്തമാക്കാനും കൂടി അത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് കണ്ണിലൂടെ തന്നെ സംസാരിക്കാൻ സാധിക്കുന്നൊക്കെ പറയില്ല. അതുപോലെ ഒരു സ്ക്രൈബിനെ വെക്കുന്നു ഈ ഫിസിഷ്യന്റെ റൂമിൽ. ഓക്കെ, അതാണ് മേക്ക് ഇറ്റ് പേഴ്സണൽ വരുന്നത്, പേഴ്സണൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും നിങ്ങൾ ആ പോയിന്റ് എക്സാക്ട് മീനിങ് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കൂടുതൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ടതില്ല. നിങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഇങ്ങനെ ഈ ഒരു സെക്ഷനിൽ വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ. കാരണം ഇത്തിരി ഡിഫിക്കൽട്ട് ഉള്ള ഒരു ഏരിയ ആണ്. സോ അങ്ങനെ നിങ്ങൾ അതോടൊപ്പം ടെൻഷനൊന്നും വേണ്ട. അങ്ങനെ ക്വസ്റ്റ്യൻസ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഒരു ഏരിയയിൽ വരുന്നത് കേട്ടോ. മെയിൻ പോയിന്റ്സുകൾ ഒന്ന് നോക്കി വെക്കാം. ഉള്ളിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയെങ്കിലും വെക്കണം. ഓക്കെ, ചെറിയ പോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളത് കമ്പൽസറി ആയിട്ട് തന്നെ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോർഷൻസ് വരുമ്പോൾ അതിന്റെ ഹെഡിങ്ങുകൾ നിങ്ങൾ എന്ത് ചെയ്യാം? പ്രോപ്പർ ആയിട്ട് പഠിക്കാം. ദെൻ ഉള്ളിലുള്ള കാര്യം നമ്മൾ വായിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മലയാളത്തിലോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് അതിന്റെ ഒരു ഓവറോൾ ഒന്ന് മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ മേക്ക് ഇറ്റ് പേഴ്സണൽ നമ്മൾ പറഞ്ഞു. Then educate the patient. എന്താണ് പറയുന്നത് നോക്കാം കേട്ടോ. Receiving a new diagnosis or an update to an existing one can be fearsome. Use of non-medical language and teach-back methods helps improve communication and increase patients' grasping of their health condition. Grasping ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ഹോൾഡ് ചെയ്യുക, മീൻസ് ഒന്ന് നമ്മൾ അതിൽ നിന്ന് സ്വീകരിക്കുക. ഗ്രാസ്പ് ചെയ്തെടുക്കുന്നൊക്കെ പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ അത് എത്രത്തോളം ഗ്രഹിക്കുന്നു എന്നൊക്കെ പറയില്ല, ഗ്രാസ്പിംഗ് എന്നുള്ളൊരു ടേം ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇപ്പൊ ഒരു റിസീവിംഗ് എ പേഷ്യന്റ് അല്ലെ, ഇവിടം വരെയല്ല നമ്മൾ വായിച്ചത്. റിസീവിംഗ് എ ന്യൂ ഡയഗ്നോസിസ് ഓർ ആൻ അപ്ഡേറ്റഡ്, അതായത് ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു പുതിയൊരു ഡയഗ്നോസിസ് മീൻസ് രോഗനിർണയം അല്ലെ. അപ്പൊ ഒരു പുതിയൊരു രോഗനിർണയം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ളതിനെ അപ്ഡേറ്റ് ചെയ്യുകയോ നമുക്ക് ചെയ്യാം അല്ലെ. അങ്ങനെ നമുക്ക് ചെയ്യാം. ദെൻ യൂസ് ഓഫ് നോൺ മെഡിക്കൽ ലാംഗ്വേജ്, അത് നോൺ മെഡിക്കൽ ഭാഷയുടെയും അല്ലെങ്കിൽ ടീച്ച് ബാക്ക് രീതികളും. നോൺ മെഡിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ടേംസ് എന്നല്ല, അല്ലാണ്ട് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ്. സോ നോൺ മെഡിക്കൽ ലാംഗ്വേജ് ഭാഷയുടെയും അല്ലെങ്കിൽ ടീച്ച് ബാക്ക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതി, നമുക്ക് അങ്ങനെയുള്ള ഒരു രീതി നമുക്ക് ആശയവിനിമയത്തിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിക്കും. എപ്പോഴും ഇങ്ങനെ ഒരു മെഡിക്കൽ ടേമില് ആ ഒരു ലാംഗ്വേജില് പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യുമ്പോ അത് നമുക്കൊരു എന്താ പറയാ ഒരു അവസ്ഥത ഉണ്ടാക്കും അല്ലെ. അല്ല നമ്മൾ നോർമലി ഒരു പോസിറ്റീവ് നമ്മള് നോർമലി സംസാരിക്കുന്ന ഒരു രീതിയിൽ അവരോട് കുറച്ചുകൂടി സ്നേഹത്തോടുകൂടിയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. Then providing patient with a written documentation that they can take home with them is also important and will help further lessen feeling of confusion or unease. എന്താണ് അവിടെ പറയുന്നത്? ഇവിടെ നമുക്കറിയാം ഇപ്പൊ രോഗിയുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള അഗ്രാഹ്യം വർദ്ധിപ്പിക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. Then
ഇനി പറയുന്നത് എന്താണ്, ഇപ്പോൾ ഡോക്യുമെന്റേഷൻ നമുക്ക് ആ രോഗിയുടെ ട്രീറ്റ്മെന്റ്സിനൊക്കെ ഉള്ള എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തു എന്നതിനുള്ള എന്ത് ചെയ്യുക, ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങളും കൊടുക്കുക, അവരുടെ ആരോഗ്യത്തെ കുറിച്ചും അല്ലെങ്കിൽ അതെങ്ങനെ നമുക്കത് കൂടുതൽ ഫർദർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അനുഭവം അവരിൽ സൃഷ്ടിക്കുന്നു. Then generate a positive patient experience by teaching the patient about their health and how to mature, helping the patient understand how their body works and why making certain choices can enhance or detract from their health gives them informed agency over their bodies. They feel like hospital is their partner in health instead of another person telling them what they should be doing differently. അപ്പോ എന്തുകൊണ്ടാണ് ചില തെരഞ്ഞെടുപ്പുകൾ അല്ലെ, അതായത് മീൻസ് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്നത്, ഇപ്പൊ അവരുടെ ആ ബോഡി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് അവരുടെ ശരീരത്തെ കുറിച്ചുള്ള അറിവുള്ള ഒരു ഏജൻസി നൽകുന്നുണ്ട്. ഏജൻസി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഏജൻസി നമുക്ക് പറയാലോ. അപ്പൊ അവരുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സിലൂടെ അവർക്ക് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യാണ് അല്ലെ. അപ്പോ അവരെന്ത് ചെയ്യും, ഹോസ്പിറ്റലിന് ഇങ്ങനെയുള്ള പേഷ്യൻസ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് പറയും, ദേ ഫീൽ ലൈക്ക് ഹോസ്പിറ്റൽ ഈസ് ദെയർ പാർട്ട്ണർ, അവരുടെ ഒരു പാർട്ട്ണറെ പോലെ ആയിരിക്കും ഹോസ്പിറ്റലിനെ ഇത്തരത്തിലുള്ള പേഷ്യൻസ് കാണുന്നത് അല്ലെ. അപ്പൊ ഒരു ആ ഹോസ്പിറ്റലിന് അവര് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുകയും ദെൻ അനദർ പേഴ്സണിനോട് പറയുകയും ചെയ്തു, ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെയാണ്, നല്ല രീതിയിലാണ്, അങ്ങനെ ഞാൻ എനിക്ക് വളരെ എന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു പേഴ്സണോട് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നു. ഓക്കെ, അതാണ് എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റിൽ പറയുന്നത്. നിങ്ങൾ ഈ ഒരു 3 പോയിന്റ് നമ്മളിപ്പോ പറഞ്ഞതൊന്ന് വായിച്ചു നോക്കണേ. ഡെവലപ്പ് റാപ്പോർട്ടും മേക്ക് ഇറ്റ് പേഴ്സണൽ ആൻഡ് എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. വായിച്ചോളൂ കേട്ടോ, 3 പോയിന്റ് ഒന്ന് വായിക്കാം. നിങ്ങൾ മെയിൻ ആയിട്ട് സബ് ഹെഡിങ്ങുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, ഉള്ളിലുള്ളതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റിനകത്തോട്ട് പോകാം. ഇത്രയും ഒന്ന് വായിച്ചൊന്ന് ക്ലിയർ ചെയ്യും. ദെൻ നെക്സ്റ്റ് നോക്കാം. അടുത്ത പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു പോയിന്റുകളൊക്കെയാണ് ഈ പറയുന്നത്. അതായത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്തൊക്കെ മാർഗങ്ങളാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദെൻ നോക്കാം. എൻഷുർ ക്ലീൻലെസ്. ക്ലീൻലെസ് മീൻസ് നമുക്കറിയാലോ എങ്ങനെയൊക്കെയാണ് ശുചിത്വം, എങ്ങനെയൊക്കെ നമുക്ക് എൻഷുർ ചെയ്യാം അല്ലെ, ശുചിത്വം എങ്ങനെയൊക്കെ നമുക്ക് ഉറപ്പാക്കാം. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യമേ വേണ്ട ഒരു കാര്യമാണ് ശുചിത്വം എന്നത് അല്ലെ. ഒരു ക്ലീൻ, എല്ലാ ഏരിയകളും എന്തായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. നമുക്ക് തന്നെ ഒരു വൃത്തിഹീനമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് തന്നെ ഒരു എന്താ പറയാ, അത് തന്നെ ഫസ്റ്റ് ഒരു നെഗറ്റീവ് ആണല്ലോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്.
ഒരു വൃത്തിയുള്ളതും ഇതായിട്ടുള്ളതും ആയിരിക്കണം അല്ലെ. നോക്കാം കേട്ടോ എന്താണ് പറയുന്നത്. ഇൻഷുർ ക്ലീൻനെസ്. No patient needs to receive care in a situation that does not feel safe and sanitary. Practicing sanitation in all areas of the institution, from the waiting room to the physician office, help safeguard patients and put them at ease. എന്താണ് അവിടെ പറയുന്നത്? No patient needs to receive care in situation that does not feel safe and sanitary. അല്ലെ, ഒരു ശുചിത്വമില്ലാത്ത സാഹചര്യത്തിൽ ഒരു രോഗികൾക്കും അവിടെ പരിചരണം ലഭിക്കേണ്ടതില്ല അല്ലെ. ശുചിത്വമുള്ളിടത്തായിരിക്കണം രോഗിക്ക് പരിചരണം കൊടുക്കേണ്ടത്. അതായത് ഹോസ്പിറ്റലുകൾ എപ്പോഴും എന്തായിരിക്കണം? ശുചിത്വമുള്ളതായിരിക്കുക. Then practicing sanitation in all areas of the institution. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അതിന്റെ എല്ലാ ഏരിയകളും എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം. അതിനുള്ള ഒരു എന്താ പറയാ, പരിശീലിപ്പിക്കണം. നമ്മൾ ഒരു പ്രാക്ടീസ് കൊടുക്കുക. എവിടെ തുടങ്ങി? വെയിറ്റിംഗ് റൂം തുടങ്ങി ഒരു ഫിസിഷ്യന്റെ റൂം വരെ ക്ലീൻ ആയിരിക്കണം. ഓക്കെ, ക്ലീൻ ആയിരിക്കണം അല്ലെ. അപ്പൊ അത് രോഗികളെ സേഫ് ഗാർഡ് ചെയ്യാനും സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവരെ ഒന്ന് സുഖപ്പെടുത്താനും അല്ലെങ്കിൽ സംരക്ഷിക്കാനും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ സാധിക്കും. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും വേണ്ടുന്ന കാര്യമാണ് ക്ലീൻ എന്ന് പറയുന്നത് അല്ലെ. വൃത്തിയായിരിക്കുക. അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ ആദ്യമേ ചെല്ലുമ്പോൾ നോക്കുന്നത് വൃത്തിയാണോ അതൊക്കെയല്ലേ നോക്കുന്നത്. സോ ഹോസ്പിറ്റലിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കുക. എല്ലാ സെക്ഷനിലും വെയിറ്റിംഗ് റൂം തുടങ്ങി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ അവിടെ എല്ലാം എന്തായിരിക്കുക? ക്ലീൻ ആയിരിക്കുക. ഓക്കെ, എളുപ്പമുള്ള പോയിന്റ്. ദെൻ നോക്കാം. അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം. എന്താണ് അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം? പഴയ എന്തെങ്കിലും സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ പോലെ ഫോളോ ചെയ്തിട്ട് കുറെ എന്താ പറയാ കമ്പ്യൂട്ടറൈസ്ഡും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. ഇനി അതൊന്നും മാറാതെ പഴയ രീതിയിൽ തന്നെ നിൽക്കണ പഴയ പഴയ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ കാലഹരണപ്പെട്ട സിസ്റ്റങ്ങളൊക്കെ ആണെങ്കിൽ അതിനെന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എന്താ പറയുന്നത് നോക്കാം കേട്ടോ. When it comes to improving the patient experience, upgrading outdated internal system is important. Even small updates to appointment scheduling platforms, waiting rooms, signage and systems, and nurse call buttons can have a significant influence on patient satisfaction. നമ്മൾ പേഷ്യന്റ് പബ്ലിക് റിലേഷൻഷിപ്പിൽ നമ്മൾ പഠിച്ചായിരുന്നു സൈനേജ് ബോർഡ്സും കാര്യങ്ങളും. ഓർമ്മയുണ്ടോ? റെസ്പോൺസ് ഇല്ലാലോ ആരും. ഒന്ന് കമന്റ് ചെയ്യോ ഒന്ന് കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാട്ടോ. ഓർമ്മയുണ്ടോ? പബ്ലിക് റിലേഷന്റെ ഒരു ചാപ്റ്ററിലെ സൈനേജ് സൈൻ ബോർഡുകളൊക്കെ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? ജാസ്മിൻ, ഷാരോൺ ഓർമ്മയുണ്ടോ? ഓക്കെ, നിങ്ങളൊന്ന് കമന്റ് ചെയ്യേ അല്ലെങ്കിൽ ഒരു തംസ് ഡേ എന്തെങ്കിലുമൊക്കെ ഒന്ന് റിപ്ലൈ ആണോ കേട്ടോ. നിങ്ങൾ ഓക്കെയാണോന്ന് അറിയണ്ടേ. ദെൻ ഓക്കെ, ഓർമ്മയുണ്ട്. ഓക്കെ, നമ്മള് സൈനേജ് ബോർഡുകളും അതൊക്കെ പുതിയ പുതിയ സിസ്റ്റങ്ങളാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വെയിറ്റിംഗ് റൂംസിൽ സൈനേജ് സിസ്റ്റംസ് കൊണ്ടുവരിക. Then nurse call buttons can have significant influence. ഇപ്പൊ nurse call ബട്ടൺ പെട്ടെന്ന് വിളിക്കാനായിട്ടുള്ള ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു പഴയ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് പുതിയ പുതിയ സിസ്റ്റങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു ഇപ്പൊ അപ്പോയിന്റ്മെന്റും ഷെഡ്യൂളിങ്ങും പ്ലാനുകളും അതെല്ലാം എന്ത് ചെയ്യുക? കോൾ ബട്ടൺ അങ്ങനെയുള്ള ഒരു ചെറിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ് ചെയ്യുക. ഓരോ സിസ്റ്റംസുകളും അപ്ഡേറ്റ് ചെയ്യുക. സൈനേജ് ബോർഡുകളൊക്കെ നിർമ്മിക്കുക. അപ്പൊ നമുക്ക് ആരോടും ചോദിച്ചൊന്നും നടക്കണ്ട. ഇന്ന റൂം അല്ലെങ്കിൽ ഇന്ന വാർഡ് ഇന്ന ഫ്ലോറിലാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് സൈനേജ് ബോർഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക് റിലേഷനിൽ പഠിച്ചായിരുന്നു. ഓക്കെ, അടുത്തത് ബി പഞ്ച്വൽ. പഞ്ച്വാലിറ്റി മീൻസ് കൃത്യനിഷ്ഠത പാലിക്കണം അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ നേഴ്സും ഡോക്ടർമാർക്കൊക്കെ കൃത്യനിഷ്ഠത വേണ്ടേ? Punctuality reveals a practitioner's respect for a patient busy schedule. If an organization finds it difficult to see patient in timely manner, they may require to examine their scheduling process and or staffing needs. എന്താണ് ബി പഞ്ച്വൽ ഉദ്ദേശിക്കുന്നത് അല്ലെ? സമയനിഷ്ഠ എന്ന് പറയുന്നത് ഒരു രോഗിയുടെ തിരക്കുള്ള ഒരു ഷെഡ്യൂൾ അല്ലെ ഒരു ബിസി ഷെഡ്യൂളിനോട് ഒരു ആദരവ് വെളിപ്പെടുത്തുന്നു. ആ രോഗിക്ക് എത്രയോ കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള രോഗികളായിരിക്കും. അപ്പൊ ഒരു പഞ്ച്വാലിറ്റിയാണ് അവരുടെ ഒരു ആദരവ് അവിടെ തെളിയിക്കുന്നത്.
Then organization finds and difficult to see patient in timely manner. ചിലപ്പോ സമയബന്ധിതമായിട്ട് രോഗികളെ കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം ചില സിറ്റുവേഷൻസിലൊക്കെ അല്ലെ. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ഷെഡ്യൂളിങ് കൂടാതെ അല്ലെങ്കിൽ അവരെ പരിശോധിക്കണം, എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമെന്ന് പരിശോധിക്കുക. Then next one, set expectation. എങ്ങനെയാണ് എക്സ്പെക്ടേഷൻസ് മീൻസ് എന്താണ്, നമ്മള് പ്രതീക്ഷിക്കുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാറുണ്ട് അല്ലെ. അപ്പോ സെറ്റ് എക്സ്പെക്ടേഷൻ നമ്മുടെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. സെറ്റ് ചെയ്യുക, സജ്ജമാക്കുക അല്ലെങ്കിൽ ക്രമീകരിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്. Then healthcare providers can help set hopes by keeping all information on their website, patient portal and printed collateral up to date always, including an FAQ section. FAQ means ഉദ്ദേശിക്കുന്നത് ഈ പതിവായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതിനെയാണ്. ഇപ്പൊ നമ്മളൊരു സർവേയിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ പറയില്ലേ, പതിവായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നാണ് കേട്ടോ. Then on printed and digital material that directs how to refill prescriptions, receive care after hours and schedule appointments also plays a vital role in aligning patient hopes with their experiences. അപ്പോ ഇവിടെ എങ്ങനെയാണ് നമ്മള് അവരുടെ എക്സ്പെക്ടേഷൻസ് അല്ലെ അല്ലെങ്കിൽ എന്താണ് പ്രതീക്ഷകൾ സജ്ജമാക്കുക എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം. ഇപ്പോ വെബ്സൈറ്റുകളും അല്ലെങ്കിൽ രോഗികളുടെ പോർട്ടലുകളൊക്കെ നിർമ്മിക്കാം അല്ലെ. അതെല്ലാം വിവരങ്ങൾ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാം, ആ ഒരു പോർട്ടലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇൻക്ലൂഡിങ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് പ്രതീക്ഷകൾ സജ്ജമാക്കാനായിട്ടും സഹായിക്കാനും ഈ പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ മണിക്കൂറുകൾക്ക് ശേഷം അത് പരിചരണം നൽകാമെന്നും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അവരുടെ ആ ഒരു പോർട്ടലിൽ ഉൾപ്പെടുത്താമെന്നാണ് പറയുന്നത് എക്സ്പെക്ടേഷനിൽ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഈ ഡിജിറ്റൽ മെറ്റീരിയലിനെ കുറിച്ചുള്ളതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നു, FAQ സെക്ഷനിൽ ഉൾപ്പെടുന്നു എന്ന്. അതായത് സ്ഥിരം ചോദിക്കുന്ന അതിനകത്താണ് ഈ ഡിജിറ്റൽ വിഭാഗത്തെ കുറിച്ചൊക്കെ ഉൾപ്പെടുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗോ ഡിജിറ്റൽ. ഗോ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറാൻ. എന്തെങ്കിലും ഇനി പഴയ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും തുടരുന്നതെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുക, പുതിയ ഡിജിറ്റൽ ആയിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് മാറുക. ഇനി എങ്ങനെയാണ് ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകാൻ പറയുന്നത് നോക്കാട്ടോ. Hospitals can do just about anything with a few taps on our phones, from paying our bills to booking a vacation. Digitalizing your practice can generate proficiencies for your staff and patients that make better everyone's experience. The right software allows digitize every step of the patient's journey, from booking an appointment to paying their deductibles. എന്താണ് പറയുന്നത്, ഡിജിറ്റലിലേക്ക് മാറാൻ. എന്തെങ്കിലും പുതിയ പഴയ ഇത് തന്നെ കാലാഹരണപ്പെട്ട സിസ്റ്റംസ് ഒക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിലും അതിലൊക്കെ എന്ത് ചെയ്യാൻ, അതിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറുക. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഇപ്പൊ നമ്മളുടെ ഫോണിൽ തന്നെ കുറച്ച് ടാപ്പുകളും മറ്റും അല്ലെ, ടാബ്സുകളൊക്കെ ഉണ്ടാകും ഫോണിൽ അല്ലെ. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ ആശുപത്രികൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നോക്കാം. ഇപ്പൊ ഒരു അവധിക്കാലം ബുക്ക് ചെയ്യുന്നതായിട്ടാണെങ്കിലും അതിനുള്ള ബില്ലുകളും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ ഗൂഗിൾ പേ വഴി അങ്ങനെ മറ്റു അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ ഡിജിറ്റൽ യുഗത്തിലുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ജീവനക്കാർക്കും അല്ലെങ്കിൽ ഒരു രോഗികൾക്കും അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു ഇത് നമുക്ക് ബെറ്റർ ആക്കുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഡിജിറ്റൽ ഇതിലൂടെ ചെയ്യുന്നതൊക്കെ കുറച്ചും കൂടി അവർക്കൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. ദെൻ പിന്നെ എന്താ പറയുന്നത്, ശരിയായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. ഇപ്പൊ റൈറ്റ് സോഫ്റ്റ്വെയർ അലൗസ് digitalize every step of the patient's journey. അതായത് ഇപ്പൊ ഒരു ശരിയായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ശരിയായ സോഫ്റ്റ്വെയർ ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റെപ്പിലും അതെന്തെയും ഡിജിറ്റലൈസ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു യാത്ര, അപ്പോയിന്റ്മെന്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നത് മുതൽ അവരുടെ ഡിഡക്ട്മെന്റ്സ് കിഴിവ് അടയ്ക്കുന്നത് വരെയെന്ന്, അതായത് ലാസ്റ്റുള്ള പേയ്മെന്റ്സ് അടയ്ക്കുന്നത് വരെയൊക്കെ ഇങ്ങനെയുള്ളൊരു ഈ ഒരു പ്ലാറ്റ്ഫോമുകൾ, അതായത് നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള ആപ്പുകളും മറ്റും നമുക്ക് ഉപകരിക്കും എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ ആയിട്ട് കൂടുതലായിട്ട് കൊണ്ടുവരിക, ഇത്രയേ ഉള്ളൂ ആ ഒരു പോയിന്റ്സിൽ. ഇത്രയും കുറെ വളച്ചൊടിച്ച് പറഞ്ഞിരിക്കുന്നത്.
ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോയിന്റ്മെന്റ്സുകൾ നമ്മൾ ബുക്ക് ചെയ്യുന്നതും ഓൺലൈൻ പേയ്മെന്റ്സും അതെല്ലാം ഉൾപ്പെടുത്തുക. അതാണ് ഡിജിറ്റൽ എന്നുള്ളത്. നമുക്ക് ആ ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ദെൻ ഡിക്രീസ് വെയിറ്റ് ടൈംസ്, ഡിക്രീസ് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളൊരു അർത്ഥമാണ് അല്ലെ. അപ്പൊ ഡിക്രീസ് വെയിറ്റ് ടൈം, കാത്തിരിപ്പ് സമയങ്ങൾ. വെയിറ്റ് ടൈം മീൻസ് നമ്മൾ ഡോക്ടറെ കാണാൻ കാത്തിരിക്കില്ലേ, അപ്പൊ കാത്തിരിപ്പ് സമയങ്ങൾ എങ്ങനെയാണ് കുറയ്ക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കാം. Decrease the amount of time the patient spent in waiting room. Plan to get rid of time spent traveling to and from appointments. Removing stress and attendance barriers for many patients. നമുക്കറിയാം, നമുക്ക് ഇപ്പൊ കുറെ നേരമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലെ. നമുക്ക് ഭയങ്കര ഒരു മടുപ്പായിട്ട് തന്നെ തോന്നും. അധികം നേരം നമ്മൾ അങ്ങനെ ഒരു വെയിറ്റിംഗ് ടൈമിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു മടുപ്പായിട്ട് തോന്നും അല്ലെ. അപ്പോ കാത്തിരിപ്പുകളിൽ ചെലവഴിക്കുന്ന സമയത്തിന്റെ അളവൊക്കെ കുറയ്ക്കണം അല്ലെ. അപ്പൊ കുറച്ചിട്ട് എന്ത് ചെയ്യാം, ഈ അപ്പോയിന്റ്മെന്റുകളും അങ്ങനെയുള്ള ട്രാവലിംഗ് അപ്പോയിന്റ്മെന്റുകളും അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയമൊക്കെ ഒഴിവാക്കിയിട്ട് രോഗികൾക്കൊരു എന്താ പറയാ ഒരു സമ്മർദ്ദവും ഹാജർ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. പേഷ്യന്റ് രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ലോങ്ങർ വെയിറ്റേഴ്സ്. ഇനി പേപ്പർ വർക്കും കാര്യങ്ങളും, ഇങ്ങനെ അഡ്മിഷനും അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യണോ, അപ്പൊ അതിന്റെ പേപ്പർ കിട്ടാനൊക്കെ ഒത്തിരി ടൈമൊന്നും വെയിറ്റ് വരുത്താൻ പാടില്ല അല്ലെ. അതൊക്കെ ഒരു അതും ഇങ്ങനെ കാത്തിരിപ്പിന് കാരണമാണ് അല്ലെ. ഇപ്പൊ ചിലപ്പോ അവര് പ്രിന്റ് ചെയ്തിട്ട് പ്രിന്റ് അടിച്ച് തരാനൊക്കെ കുറച്ച് വൈകും. നമ്മൾ എന്ത് ചെയ്യും, അത്രയും നേരം പേഷ്യന്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ. Then പിന്നെന്താ പറയുന്നത്, hospital can use a secure online program to let the patient complete and submit their registration paperwork before their appointments, further deducting the time spent in the waiting room. ഇനി ഇപ്പൊ അപ്പോയിന്റ്മെന്റുകൾക്ക് മുമ്പ് തന്നെ, അപ്പോയിന്റ്മെന്റിന് മുൻപ് അല്ലെ, അപ്പോയിന്റ്മെന്റിന് ബിഫോർ ദ അപ്പോയിന്റ്മെന്റ് അവര് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ രജിസ്ട്രേഷൻ വർക്കുകൾ പൂർത്തിയാക്കാനും അല്ലെങ്കിൽ അത് സമർപ്പിക്കാനും ആശുപത്രികൾക്ക് സുരക്ഷിതമായിട്ടൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തയ്യാറാക്കാൻ. അപ്പൊ ഇതുപോലെ ആ ഒരു മുറിയിൽ ചെലവഴിച്ചത് കൂടുതൽ, അതായത് കാത്തിരിപ്പ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നേരത്തെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് മുൻപ് തന്നെ വിവരങ്ങളൊക്കെ ചോദിച്ച് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് നേരത്തെ എടുക്കുകയാണെങ്കിൽ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന ആ ഒരു കാത്തിരിപ്പ് സമയം അവർക്ക് കുറക്കാൻ സാധിക്കും. ഓക്കെ. നമ്മൾ കോമൺ ആയിട്ടൊന്ന് ചിന്തിച്ചാൽ മതി, കാത്തിരിപ്പ് സമയം കുറക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുന്നതെന്ന് കേട്ടോ. ഓക്കെ. ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ, അതായത് എന്താണ് ഡെലിവർ എന്ന് പറഞ്ഞാൽ രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള, ഇപ്പൊ ചൈൽഡ് അല്ലെങ്കിൽ പേഷ്യന്റ് സെന്റേർഡ് എന്നൊക്കെ പറയില്ലേ, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിചരണമാണ് കൊടുക്കേണ്ടത്. നോക്കാം. പേഷ്യന്റ് health and well-being should be at core of everything the hospital and the staff do. Patient-focused care consider the patient's values and individual preference. അല്ലെ, നമുക്കറിയാം പേഷ്യൻസിനെ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ആ ഒരു മൂല്യത്തെയും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രിഫറൻസ് ആണ് നമ്മൾ അതുവഴി നൽകുന്നത്. ആസ് വെൽ ആസ് their health requirements. അതുകൂടെ തന്നെ എന്താണ് അവരുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, അതിനും കൂടി നമ്മൾ പ്രാധാന്യം നൽകുന്നു. എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സ് ദാറ്റ് streamline their experience, donate to patient-focused care, eventually improving the patient experience and the patient satisfaction scores. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു പേഷ്യന്റ് സെന്റേർഡ് ആയിട്ട് അവർക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വാല്യൂ, ആ പേഷ്യൻസിന്റെ മൂല്യത്തെയും അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് പ്രിഫറൻസിനെയും കൂടി അത് തരും. പിന്നെ കൂടാതെ തന്നെ അവരുടെ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സിനും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നൊരു ഫീല് അവരിൽ ഉണ്ടാക്കുന്നു. പിന്നെ എന്താ പറയുന്നത്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സ് അല്ലെ, അതായത് വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഈ രോഗികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പരിചരണത്തിന് ഒരു ഡൊണേഷൻ തന്നെയാണത്. അതായത് പുതിയ പുതിയ ടെക്നോളജിക്കൽ ഓൺലൈൻ മറ്റേ നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന പറഞ്ഞില്ലേ, ഡോക്ടേഴ്സിനെ കാണാൻ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷന്റെയും ഒരു ടെക്നോളജിയുടെയും സംഭാവനയാണല്ലോ. ഇതൊക്കെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഓക്കെ. അപ്പൊ ഇതൊരു സംഭാവനയാണ്. പിന്നെന്താണ്, രോഗിയുടെ
സംതൃപ്തി സ്കോറുകളെയും എന്ത് ചെയ്യും, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറിനെയും മെച്ചപ്പെടുത്താൻ സാധിക്കും അല്ലെ. നല്ല രീതിയിലുള്ള സേവനങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അല്ലേ നമ്മൾ സർവേയില് ടോപ്പ് സ്കോർ ഒക്കെ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ആണ്. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടോ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു, പേടിക്കണ്ട, കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് പോയിന്റ് കൂടി പറയാം. എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. എന്താണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞാല്? ഒരു ആജീവനാന്ത പഠനം പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ പറയും അല്ലെ. എന്താണെന്ന് നോക്കാം കേട്ടോ. Healthcare practices and systems are continuously evolving to keep pace. Healthcare professionals require access to vast continuing education courses that expand their knowledge base and improve their ability to provide high quality care. With the right skill sets, practitioners can help increase patient satisfaction scores. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? ഒരു ആരോഗ്യ പരിപാലന സിസ്റ്റംസ് അല്ലെങ്കിൽ ആ ഒരു രീതികളും തുടർച്ചയായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് ഓരോരോ വികസനങ്ങൾ ഓരോ ഇയറിലും പ്രത്യേകം അതിനുള്ള ഡെവലപ്മെന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു ആരോഗ്യ സംരക്ഷണം, അതൊക്കെ ഒരു ഹെൽത്ത് കെയർ അല്ലെ, അല്ലെങ്കിൽ അവർക്ക് ഒരു വിജ്ഞാന അടിത്തറ വികസിപ്പിക്കാനും അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള വാസ്റ്റ് എഡ്യൂക്കേഷൻ കോഴ്സസ്, ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പരിചരണം നൽകാനുള്ള ഒരു കഴിവ് അവരുടെ ഒരു എന്താണ് എക്സ്പാൻഡ് ചെയ്യാൻ, അവരുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ കോഴ്സുകളിലേക്ക്, എക്സ്പാൻഡഡ് ആയിട്ടുള്ള പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം അവർക്ക് ആവശ്യമാണ്. അതായത് ഓരോ ടെക്നോളജി വികസിക്കുമ്പോഴും ആ ടെക്നോളജിയെ നമുക്ക് കൊണ്ടുവരാം എന്നൊക്കെ നമ്മൾ പുതിയ കോഴ്സിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ അങ്ങനെ ആവശ്യമാണ്. അപ്പൊ ശരിയായിട്ടുള്ള ഒരു സ്കിൽസും with the right skill sets, practitioners can help increase patient satisfaction. ശരിയായിട്ടുള്ളൊരു സ്കിൽസ് മീൻസ് കഴിവുകൾ അല്ലെങ്കിൽ നൈപുണ്യം എന്നൊക്കെ പറയും. ശരിയായിട്ടുള്ളൊരു കഴിവുകൾ, സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് രോഗികളുടെ സംതൃപ്തി സ്കോറുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീഷണർമാർക്ക് ഇൻക്രീസ് ചെയ്യാൻ, കൂട്ടാനായിട്ട് സാധിക്കും. അതിനായിട്ട് അവർ എന്ത് ചെയ്യുക? ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൂടുതൽ അറിവ് നേടുക. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടുമാണ്. തേർഡ് മൊഡ്യൂൾ ഞാൻ പറഞ്ഞു നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ പോയിന്റ്സുകളെല്ലാം പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, സബായിട്ട് വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാം. അതാണ് നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ അത് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ രീതിയിലാണ് എക്സ്പ്ലനേഷൻ ചെയ്തു തരുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ചാപ്റ്റർ അതിന്റെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഇനി അടുത്തൊരു ചാപ്റ്റർ നമ്മൾ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ജിനു, ജാസ്മിൻ, ഷാരോൺ, എങ്ങനെയായി ചാപ്റ്റർ? ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടാണ്. തേർഡ് മൊഡ്യൂളിൽ അങ്ങനെ എന്താ പറയാ, കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. മറ്റു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിനെ അപേക്ഷിച്ച് ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കുറച്ച് വേറിട്ട് നിൽക്കുന്നത് പോലെ തോന്നാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾ മാക്സിമം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക, നല്ലപോലെ ഒന്ന് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതനുസരിച്ച് വായിക്കുക. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് നൽകി തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ ടീച്ചർ. Then, about okay, thank you, teacher.